നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പാചകവാതക ക്ഷാമം പേരാമ്പ്രയിലും ഹോട്ടൽ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. വാണിജ്യ സിലിണ്ടറിനും വില കൂടിയതാണ് കാരണം. പാചകവാതക ക്ഷാമം പേരാമ്പ്രയിലും ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. പാചകവാതക ക്ഷാമത്തോടൊപ്പം വാണിജ്യ സിലിണ്ടറിനും വില കൂടുക കൂടി ചെയ്തതോടെ ഹോട്ടൽ പ്രതിസന്ധി രൂക്ഷമായതായി ഹോട്ടൽ ഉടമകൾ പറഞ്ഞു. ഹോട്ടൽ എംബസിൻ്റെ രക്ഷാധികാരിയാണ്. പിന്നെ ഇപ്പം ഗ്യാസിന് വളരെയധികം പ്രയാസമുണ്ട്. ഗ്യാസ് കിട്ടുന്നില്ല, ഒരാൾക്കും കിട്ടുന്നില്ല. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് കച്ചവടം തന്നെ ചെയ്യാൻ വലിയ പ്രയാസത്തിലാണ്. പിന്നെ ഈ വിറകെല്ലാം കത്തിച്ചാണ് കുറച്ച് വെള്ളം തിളപ്പിക്കുന്നത്. അതിൻ്റെ വെള്ളം തിളപ്പിച്ച് പുകയില്ല. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ എടുക്കുന്നില്ല ആ വെള്ളം. അങ്ങനെയുള്ള സ്ഥിതിയിലാണുള്ളത്. ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ, ചോറ് കറികൾ ഉണ്ടാക്കാൻ വേണ്ടി വളരെ പാടുപെട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കുറേ കർഷകർക്ക് തൊഴിലാളികളുണ്ട്. അവർക്കെല്ലാം പിന്നെ ഗ്യാസ് കിട്ടിയില്ല. അങ്ങനത്തെ ചുറ്റുപാടിലല്ല ഇപ്പം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഗ്യാസ് ഒരാളുടെ ഏർപ്പാട് ചെയ്യണമെന്ന് അപേക്ഷിക്കാം. നിലവിൽ 60% സിലിണ്ടർ നൽകാമെന്നിരിക്കെ 10%ഒക്കെയാണ് കിട്ടുന്നത്. പ്രൈവറ്റ് ഗ്യാസ് ഇരട്ടി വിലയ്ക്ക് വാങ്ങിയാണ് കച്ചവടം നടക്കുന്നതെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഹോട്ടൽ ഉണ്ടാക്കുന്നതിന് ഒരുപാട് ഐറ്റങ്ങൾ കുറവാണ്. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇത് ചെയ്യാറില്ല. ഇപ്പം തന്നെ കുറ്റിയാളിനപ്പുറം പോയിട്ടാണ് ഒരു കുറ്റി ഗ്യാസ് കിട്ടിയത്. അതിലുള്ള രാത്രി ചായയും കാര്യങ്ങളും ഇല്ലാതെ വലിയ പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ ഭീഷണിയിലാണ് ഹോട്ടൽ മേഖല കംപ്ലീറ്റ് അടച്ചുപൂട്ടൽ ഭീഷണിയിലാണല്ലേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗ്യാസ് കിട്ടാനുള്ള ഏർപ്പാട് ചെയ്യാം. സലാമാണ്. കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ്. ഇന്ന് കേരളത്തിൽ ഒട്ടുമിക്ക ഹോട്ടലുകളും അടച്ചുപൂട്ടേണ്ട ഒരു ഗതിയിലേക്ക് സ്ഥിതിവിശേഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാസിന്റെ വിലവർദ്ധനവും ഗ്യാസ് കിട്ടാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്ത്യൻ ഗ്യാസ് ഓയില് ഒരു കുറ്റിയെ തൽക്കാലം കിട്ടും. ഒരു കുറ്റി കൊണ്ടൊന്നും ഒരു ഹോട്ടലും തുറക്കാനാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പുറത്ത് പ്രൈവറ്റ് ഗ്യാസ് ആണെങ്കിൽ വലിയ വിലയാണ്. ഒരു പ്രൈവറ്റ് ഗ്യാസ് എടുത്ത് ഒരാൾക്കും കച്ചവടം ചെയ്യാനാകാത്തൊരവസ്ഥയിലാണുള്ളത്. സാധനങ്ങൾക്കാണെങ്കിൽ ഓയിലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വില കൂടിയിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഈ LPGന്റെ ഗ്യാസുമായി ബന്ധപ്പെട്ട് 2 ഹോട്ടൽ ഉടമകൾ ജീവഹാനി സംഭവിച്ചിരിക്കുകയാണ്, ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇതെങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റി വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ LPG ഗ്യാസിന്റെ ഏജൻസിയുടെ മുന്നിലും പിന്നെ ഫില്ലിംഗ് കേന്ദ്രത്തിലൊക്കെ തന്നെ ധർണയും സമരവും സംഘടിപ്പിക്കുകയാണ്. ഈ 2-ാം തീയതി മുതൽ ധർണയും റാലിയും ഒക്കെ സംഘടിപ്പിച്ച് ഇതിനായ ശക്തമായ അടച്ചിട്ട പല ഹോട്ടലുകളും പെരുന്നാൾ കഴിഞ്ഞിട്ടും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗ്യാസ് ഇല്ലാത്തതിനാൽ ചൂടുവെള്ളം പോലും ഹോട്ടലുകളിൽ നിന്നും ലഭിക്കുന്നില്ല. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജ് ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം മസാല ദോശ, പൊറോട്ട, ചപ്പാത്തി, അതുപോലെ നമ്മുടെ ഓൺ ടൈം അടിച്ചു കൊടുക്കുന്ന വെജ് നൂഡിൽസ്, ചായ, അതുപോലെ സൂപ്പ്, ഇതൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മറ്റ് ചോറും കറികളൊക്കെ അടുപ്പുള്ളത് കാരണം നമ്മൾ ഉണ്ടാക്കണം. ഗ്യാസിൻ്റെ പ്രശ്നം നമ്മളെ ബാധിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഓൺ ടൈം അടിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മൾ ഭാഷയായിട്ട് അടിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, മസാല ദോശ, പൊറോട്ട പോലുള്ള ഐറ്റംസ്. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അടച്ചുപൂട്ടൽ ഭീഷണിയിലുണ്ടോ? തന്നെയാണെങ്കിൽ നമ്മൾ വിറകും ഇപ്പം വില കൂടി പോവല്ലേ. അപ്പം വിറകിനും അതിൻ്റേതായ ഒരു കപ്പാസിറ്റി ഉണ്ട്. വിറക് എപ്പോൾ ഇങ്ങനെ കിട്ടുന്നില്ല. ഇപ്പം വിറക് ഡേറ്റാൻ തുടങ്ങി. വിറക് കിട്ടാനില്ല, വില കൂടി. പക്ഷേ പുള്ളിയൊക്കെ കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർക്ക് കൃത്യമായിട്ട് ഇന്നും തുറക്കണം. എത്ര നഷ്ടമായാലും ലാഭമായാലും ഇവരുടെ വിഷയമല്ല. ഗ്യാസിൻ്റെ വിഷയം ഉണ്ടാവില്ല. എന്തായാലും മൂപ്പർക്ക് തുറക്കണം, ഒഴിവാക്കണം. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.